ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മട്ടൻ സീക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പാൻ ചൂടാക്കിയതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ടൊരു 150 ml ഓയിൽ, നോർമൽ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 15 ഗ്രാം വോൾ ഗരം മസാല ഇട്ട് നല്ലപോലെ വഴറ്റണം. അതിനകത്ത് പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് എല്ലാം ഉണ്ട്. അതിനുശേഷം ഒരു 2 ഗ്രീൻ ചില്ലി ഇടുക. അതിനുശേഷം ഒരു 3 സവോള നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവോള ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റണം. അപ്പോൾ കുറച്ച് വഴണ്ടതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് വഴറ്റിയതിന് ശേഷം വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ വഴറ്റുക. അപ്പോൾ നമ്മുടെ സവോള ഇങ്ങനെ ചെറുതായിട്ട് കളറ് മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ റെഡ് ഒനിയനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് റെഡും വൈറ്റും മേടിക്കണ്ട. അപ്പോൾ റെഡ് ഒനിയനാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു 15 ഗ്രാം ഗാർലിക് പേസ്റ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ വഴറ്റുക. ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സവോള നല്ലപോലെ ഗോൾഡൻ കളറായിരിക്കണം. അതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ മട്ടൺ മസാല, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മതി. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. അപ്പോൾ ചില്ലി പൗഡർ സ്പൈസിക്കും കാശ്മീരി ചില്ലി പൗഡർ കളറിനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ മസാലയുടെ പച്ചമണം പോകുന്നത് പോലെ നല്ലപോലെ വഴറ്റുക, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ ഓയിൽ നല്ലപോലെ വേണം. ഓയിലിനകത്തോട്ട് ഈ മസാല നല്ലപോലെ വഴണ്ടി വരും. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കടലമാവ് ആഡ് ചെയ്തിട്ടുണ്ട്. കടലമാവിട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഒരു 4 നല്ല ചുവന്ന തക്കാളി പേസ്റ്റ് അരച്ചതിന് ശേഷം അതിനകത്തോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം ഈ തക്കാളി പച്ചമണം പോകുന്ന പോലെ നല്ലപോലെ മസാല വഴറ്റിയെടുക്കുക. മസാല വഴറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ കേട് ആഡ് ചെയ്യുക. കേട് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മസാല കുക്ക് ചെയ്യുക. മസാല നിന്നപ്പോൾ നമ്മുടെ ഓയിൽ വിട്ട് വരുന്ന പോലെ സ്ലോ ഫയറിൽ നല്ലപോലെ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്തതിന് മുന്നേ വെള്ളം നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം 2 ലിറ്റർ വെള്ളം ഇതിനകത്തോട്ട് നല്ലപോലെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഒരു 15 ഗ്രാം ഫ്രഷ് കൊറിയാണ്ടർ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കറികളാകുമ്പോൾ ഏറ്റവും കൂടുതൽ കസൂരി മേത്തി, അതുപോലെ തന്നെ കൊറിയാണ്ടർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത്, കറി തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ലാം സീക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂർ നല്ല സ്ലോ ഫയറിൽ നല്ലപോലെ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ലാം സീക്കിനകത്തുള്ള ഫാറ്റെല്ലാം ഈ കറിയിലോട്ട് നല്ലപോലെ ഇറങ്ങി വരും. നല്ല ഫ്ലേവറായിരിക്കും. അതുപോലെ തന്നെ സ്ലോ ഫയറിൽ നല്ലപോലെ കുക്ക് ചെയ്യുക. അത് ഈ ഗ്രേവിയിൽ കാണുന്ന തിക്നെസ് വരണം. അതായത് നമ്മുടെ കറിയും നമ്മുടെ ഈ ലാം സീക്കും ഒപ്പത്തിനൊപ്പം നിൽക്കണം. നമ്മൾ ഈ ഗ്രേവിയുടെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തോട്ട് നമ്മുടെ കടലമാവ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ കറി റെഡിയാണ്. നല്ലൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾ നാൻ ബ്രെഡ്, ചപ്പാത്തി, പുലാവ് എന്ത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ട്രൈ ചെയ്യാം. നല്ല അടിപൊളി റെസിപ്പിയാണ്. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ മട്ടൻ മെൻസ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.